ആരാണ് ജ്യോതി മൽഹോത്ര? ജ്യോതി മൽഹോത്ര എന്ന വ്ളോഗർ പാകിസ്ഥാനെ പുകഴ്ത്തിപ്പറഞ്ഞ് പാകിസ്ഥാന്റെ കൊടിയും പൊക്കിപ്പിടിച്ച് നടന്നുകൊണ്ടിരുന്നവൾ. ഇവളെപ്പോലെയുള്ളവരെ, ഇങ്ങനെയുള്ളവരെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ഇവൾ ഹരിയാനയിലെ ഒരു യൂട്യൂബറാണ്. കാണാൻ വളരെ ഭംഗിയുണ്ട്. എന്നാൽ മനസ്സ് മുഴുവൻ ദേശദ്രോഹത്തിൻ്റെ വിഷം നിറഞ്ഞിരിക്കുകയാണ്. അവൾ ഭാരതത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ പാകിസ്ഥാൻ്റെ കൈകളിൽ വീണുപോയി. ISIയുടെ കയ്യിലെ ഒരു ഉപകരണമായി പ്രവർത്തിക്കുകയായിരുന്നു അവൾ. യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഉപയോഗിച്ച് ഭാരതത്തിലെ യുവാക്കളുടെ മനസ്സിൽ പാകിസ്ഥാൻ വളരെ മനോഹരമാണെന്ന് പറഞ്ഞ് വിഷം നിറയ്ക്കുകയായിരുന്നു. കൂടാതെ ലവ് ജിഹാദിൽ കുടുങ്ങി ഭാരതത്തിലെ കാര്യങ്ങൾ പാകിസ്ഥാനിലേക്ക് അറിയിക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ പാകിസ്ഥാൻ്റെയും ലാഹോറിൻ്റെയും പോസ്റ്റുകൾ ഇട്ട് ഭാരതത്തെ വഞ്ചിച്ചുകൊണ്ടിരുന്നു. ഭാരതത്തിലെ സുരക്ഷാ ഏജൻസിയും പോലീസും അവളുടെ വീട്ടിൽ പോവുകയും അവളെല്ലാം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപോലെയുള്ളവരാണ് രാജ്യത്തിലെ പുഴുക്കുത്തുകൾ. ഇതുപോലെയുള്ള എത്രയോ ജ്യോതിമാർ ഭാരതത്തിൻ്റെ മണ്ണിനെ മാലിന്യമാക്കുന്നുണ്ടാകും. സത്യം പറഞ്ഞാൽ ലജ്ജിക്കുകയാണ് വേണ്ടത്. ഭാരതത്തെ നശിപ്പിക്കുന്ന ഇതുപോലെയുള്ള ജ്യോതിയെയും ജ്യോതിയെപ്പോലെയുള്ളവരെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നണം. സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പിന്നിൽ ഒളിച്ച് രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ചിന്തിക്കുന്നവർ ലജ്ജിക്കണം. ആരാണ് ജ്യോതി മൽഹോത്ര എന്ന് ഇന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടാകും. ജ്യോതി മൽഹോത്ര ഹരിയാനയിലെ ഒരു ട്രാവൽ വ്ളോഗറാണ്. യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവൾ. അവളുടെ പ്രൊഫൈൽ മൊത്തം പാകിസ്ഥാൻ നിറഞ്ഞിരിക്കുകയാണ്. കാണാൻ വളരെ മനോഹരി, അവളുടെ ശബ്ദവും വളരെ മനോഹരം. അവളുടെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാകും, ലാഹോറിലെ തെരുവുകളിലെല്ലാം പോയി ഭക്ഷണം കഴിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം പാകിസ്ഥാനാണെന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു അവൾ. എന്നാൽ ഇതിന് പിന്നിൽ വെറുമൊരു ആശയവിനിമയമല്ല നടത്തിയിരുന്നത്. രഹസ്യമായി ഭാരതത്തിൻ്റെ സൈനിക രഹസ്യങ്ങൾ ISIക്ക് ചോർത്തിക്കൊടുക്കുകയാണ് ചെയ്തിരുന്നത്. ദില്ലിയിൽ ഇരുന്നു കൊണ്ട് ലാഹോറിലേക്ക് രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. വളരെ മനോഹരമായ മുഖം വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ കഥകളുണ്ടാക്കി രാജ്യദ്രോഹപരമായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നു. ജ്യോതി മൽഹോത്ര ഒരു കപട മുഖമുള്ള ഒരു രാജ്യദ്രോഹിയാണ്. ഭാരതത്തിലെ യുവജനങ്ങളുടെ മനസ്സിലേക്ക് പാകിസ്ഥാൻ്റെ പതാകയെ കയറ്റിക്കൊണ്ട് ആ രാജ്യദ്രോഹി ഭാരതത്തിലെ യഥാർത്ഥ സാഹചര്യങ്ങളെ മാറ്റിപ്പറഞ്ഞ് പാകിസ്ഥാനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സൈന്യത്തിൻ്റെ പല കാര്യങ്ങളും ചോർത്തി അയക്കുകയായിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം എന്തെന്നാൽ, ഡാനിഷ് എന്ന് പേരുള്ള ഒരു പാകിസ്ഥാനി ഏജൻറ്റുമായി അവൾ പ്രണയത്തിലായി. അല്ലെങ്കിൽ ആ ഏജൻറ്റ് പ്രണയം നടിച്ച് അവളെ വലയിൽ കുടുക്കി. പാകിസ്ഥാൻ്റെ ഗൂഢാലോചന പ്രകാരം ലവ് ജിഹാദിൽ ഈ പെൺകുട്ടിയെ കുടുക്കി. 2023 ജ്യോതി പാകിസ്ഥാനിൽ പോയി. അത് ISIയുടെ തന്ത്രപ്രകാരമായിരുന്നു. അല്ലെങ്കിൽ ISIയുടെ ആദ്യത്തെ സ്റ്റെപ്പായിരുന്നു അത്. അവളുടെ വിസയും മറ്റ് ചെലവുകളെല്ലാം തന്നെ വഹിച്ചത് അവരായിരുന്നു. ദില്ലിയിൽ പാകിസ്ഥാൻ്റെ ഉന്നത പദവിയിലുള്ള വ്യക്തികളായിരുന്നു ഇതിൻ്റെ എല്ലാം പിന്നിൽ. അതിൽ പ്രധാനികൾ എഹ്സാൻ, റഹീം, ഡാനിഷ് എന്നിവരായിരുന്നു. ഈ ഡാനിഷ് ജ്യോതിയെ കപട സ്നേഹത്തിൽ കുടുക്കുകയും പൈസയും മറ്റും നൽകി അവളുടെ മനസ്സ് മുഴുവൻ പാകിസ്ഥാൻ എന്ന ചിന്തയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഡാനിഷ് ഇവളെ ISIയുമായി ബന്ധമുണ്ടാക്കി അവളുടെ ആവശ്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുത്തു. ഡാനിഷിൻ്റെ കൂടെ അവൾ പല രാജ്യങ്ങളിലും കറങ്ങാൻ പോയി. അതായത് അവളെ വരുതിക്ക് കൊണ്ടുവരാൻ ഏതറ്റം വരെയും പോയി എന്ന് സാരം. പൈസയ്ക്കും കറങ്ങുന്നതിനും വേണ്ടി രാജ്യത്തെ വരെ ഒറ്റിക്കൊടുക്കുന്ന സ്ഥിതിയിലെത്തി. ഡാനിഷ് അവൻ്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്തു. എന്നാൽ ജ്യോതിയെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ പൈസയ്ക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി സ്വന്തം രാജ്യത്തെ വിൽക്കാൻ വരെ തയ്യാറായി. ജ്യോതിയുടെ വ്ളോഗ്സ് പോലും ISIയുടെ താല്പര്യപ്രകാരമായിരുന്നു ചെയ്തിരുന്നത്. അതായത് ലാഹോറും പാകിസ്ഥാനിലെ മറ്റ് സ്ഥലങ്ങളും കാണിച്ച് പാകിസ്ഥാൻ ലോകത്തിലെ സ്വർഗം ആണെന്ന രീതിയിൽ ജനങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ച് ഭാരതത്തെ വെറുക്കുന്ന രീതിയിലേക്ക് ജനങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചു. വാട്സാപ്പിലൂടെയും ടെലഗ്രാമിലൂടെയും സ്നാപ്ചാറ്റിലൂടെയും എല്ലാം തന്നെ ഭാരതത്തിലെ പല സൈനിക രഹസ്യങ്ങളും ISIക്ക് അയച്ചു കൊടുത്തു. എന്തെന്നാൽ വാട്സപ്പ്, ടെലഗ്രാം, സ്നാപ്ചാറ്റ് എല്ലാം തന്നെ സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോമാണ് എന്നതുകൊണ്ട് ഇതിന് ജ്യോതിക്ക് വളരെ ശക്തമായ രീതിയിൽ തന്നെ വളരെ വലിയ ശിക്ഷ തന്നെ നൽകണം. ജ്യോതിയെപ്പോലെയുള്ള രാജ്യദ്രോഹികൾ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തെയും ഇവിടുത്തെ ജനങ്ങളെയും ഒറ്റിക്കൊടുക്കുന്നുവെങ്കിൽ ഇവരെ പോലെയുള്ളവരെയാണ് ആദ്യം ഇല്ലാതാക്കേണ്ടത്. സ്നേഹത്തിൻ്റെ പേരും പറഞ്ഞ് പൈസയ്ക്ക് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് വളരെ കടുത്ത ശിക്ഷ തന്നെ നൽകണം.
ഇതിൽ ജ്യോതി മാത്രമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി. ജ്യോതി മാത്രമല്ല, അവളുടെ കൂടെ വളരെ വലിയ ഒരു നെറ്റ്വർക്ക് തന്നെ ഉണ്ടായിരുന്നു. ഗസാല എന്ന പേരുള്ള ഒരു പെണ്ണാണ് അവൾക്ക് വിസയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് എന്ന് കേൾക്കുന്നുണ്ട്. യാമിൻ മുഹമ്മദ് എന്ന ആളാണ് ഹവാല ഇടപാടിലൂടെ ജ്യോതിക്ക് പൈസ അയച്ചു കൊടുത്തത്. അർമാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഡിഫൻസ് എക്സ്പോ 2025 കാര്യങ്ങൾ ഹിന്ദുസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിലേക്ക് അയച്ചു കൊടുത്തത്. ഇങ്ങനെ പല ആളുകളും അടങ്ങുന്ന വളരെ വലിയ നെറ്റ്വർക്കാണ് ഇത്. ഏകദേശം 9 പേരിലധികം ആളുകളെ ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് പിടിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള ഇന്ത്യയിലിരുന്നു കൊണ്ട് ഇന്ത്യയുടെ ഉപ്പും ചോറും തിന്നുകൊണ്ട് പാകിസ്ഥാന് വേണ്ടി പണി ചെയ്യുന്ന, വിടുവേല ചെയ്യുന്ന, വ്യഭിചാരം ചെയ്യുന്ന 9 പേരെ. ഇതുപോലെയുള്ള വളരെയധികം ആളുകൾ ഇപ്പോഴും ഇനിയും ഇവിടെയുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് പാകിസ്ഥാനെ പൂജിക്കുന്നവർ, പൈസയ്ക്കും മറ്റു കാര്യസാധ്യങ്ങൾക്കും വേണ്ടി സ്വന്തം മാതൃരാജ്യത്തെ വിൽക്കുന്നവർ, ഒറ്റുകൊടുക്കുന്നവർ. രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ നേരിടാൻ നമുക്ക് നമ്മുടെ സേനകളുണ്ട്, ശക്തമായ സേനകൾ. എന്നാൽ സ്വന്തം വീട്ടിൽ നിന്നുകൊണ്ട്, സ്വന്തം രാജ്യത്ത് നിന്നുകൊണ്ട് സ്വന്തം രാജ്യം തന്നെ വിൽക്കുന്ന, സ്വന്തം രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന ജ്യോതിയെപ്പോലെയുള്ളവരാണ് ഈ രാജ്യത്തിൻ്റെ ശാപം. ഈ രാജ്യദ്രോഹികൾ രാജ്യത്തെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ച് ജനങ്ങളെ വഴിതെറ്റിപ്പിച്ച് സ്വന്തം രാജ്യത്തെ അല്ലെങ്കിൽ സ്വന്തം സൈന്യത്തെ പോലും അപകടത്തിലാക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ വഴി ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ജ്യോതിമാർ രാജ്യത്തിന് പിടിച്ച ക്യാൻസറാണ്. ഇവരെ കണ്ടുപിടിച്ച് കടക്കൽ നിന്നും തന്നെ വെട്ടിക്കളയണം. ഹിന്ദുസ്ഥാനിൽ ജീവിച്ച് ഇവിടത്തെ ഭക്ഷണം കഴിച്ച് പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന കുറേ ആളുകളുണ്ട് ഇവിടെ. പാകിസ്ഥാനിൽ നിന്നും വിവാഹം കഴിച്ച് ഹിന്ദുസ്ഥാനിൽ ജീവിച്ച് പാകിസ്ഥാന് ജയ് വിളിക്കുന്നവർ, ഇവിടെ നിന്നുകൊണ്ട് സ്ലീപ്പർ സെല്ലായി നിന്ന് രാജ്യത്തെ നശിപ്പിക്കുന്നവർ. പ്രധാനമായും ഇവർ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കിയാൽ ഇതിൽ പ്രധാന കാരണം 1 പൈസയ്ക്ക് വേണ്ടി, 2 ലക്ഷറി ലൈഫ് ജീവിക്കുന്നതിന്, ലോകം ചുറ്റി നടന്ന് ആഘോഷിക്കാൻ വേണ്ടി, പിന്നെ കപട സ്നേഹം കാട്ടിക്കൊണ്ട് ഹണി ട്രാപ്പും ലവ് ജിഹാദും ചെയ്ത് അവരെ മിസ്യൂസ് ചെയ്ത് വശത്താക്കുന്നു. പിന്നെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് വളരെ വലിയ പൊയ്ക്കോട്ടകൾ കെട്ടി അതിനുള്ളിൽ തളയ്ക്കുന്നു. പാകിസ്ഥാൻ, പുറമേയുള്ള പാകിസ്ഥാൻ്റെ സൗന്ദര്യങ്ങൾ കാട്ടി അകത്തെ വിഷസർപ്പങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ജ്യോതി പോലെയുള്ളവരെ കൊണ്ട് വർണ്ണനകൾ നടത്തി പാകിസ്ഥാൻ വളരെ മനോഹരമാണെന്ന് കാണിച്ചുകൊണ്ട് ആളുകളെ പറ്റിക്കുന്നു. ഇതാണ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള വിഷസർപ്പങ്ങൾ ഭാരതത്തിൻ്റെ നാശത്തിന് കാരണമാകുന്നു, ഭാരതത്തിലെ സൈനികരുടെ നാശത്തിന് കാരണമാകും. ജനറൽ ബിപിൻ റാവത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതം യുദ്ധം ചെയ്യുന്നത് 2 തല വാളിനോടല്ല, 2.5 തലയുള്ള വാളിനോടാണ് എന്ന്. അതിൽ 1 തല പാകിസ്ഥാനും, 2ാമത്തെ തല ചൈനയും, 3ാമത്തേത് രാജ്യത്തിനകത്തുള്ള ജ്യോതിയെപ്പോലെയുള്ള രാജ്യദ്രോഹികളുമാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് നിന്നുകൊണ്ട് പാകിസ്ഥാൻ്റെ കൊടി പൊക്കി പിടിക്കുന്നവർ, സോഷ്യൽ മീഡിയ വഴി രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ജ്യോതിയെപ്പോലെയുള്ളവർ. ഇതിന് അറുതി വരുത്തണമെങ്കിൽ പാകിസ്ഥാനെ പുകഴ്ത്തിപ്പാടുന്ന ഓരോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഇൻഫ്ലുവൻസർമാരെയും വ്ളോഗർമാരെയും സസൂക്ഷ്മമായി നിരീക്ഷിക്കണം. പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം യുവജനങ്ങൾക്ക് തുറന്നു കാട്ടിക്കൊടുക്കണം. പാകിസ്ഥാൻ സമാധാന രാജ്യമല്ലെന്നും നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ടെററിസം നടത്തുന്ന ഒരു ടെററിസ്റ്റ് രാജ്യമാണെന്നും തുറന്നു കാട്ടണം. പാകിസ്ഥാൻ്റെ ഗവൺമെൻറ് പോലും ടെററിസ്റ്റുകൾക്ക്, ISI പോലെയുള്ള സംഘടനകൾക്കും മറ്റും വരെ ഫണ്ടിങ് ചെയ്യുന്നു എന്നുള്ളത് തുറന്നു കാട്ടണം. അവിടുത്തെ രക്ഷാമന്ത്രി തന്നെ പറയുന്നത് കേട്ടില്ലേ, മദ്രസ കുട്ടികളെ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുമെന്ന്. ടെററിസ്റ്റുകൾ മരിച്ചതിന് ശേഷവും അവരുടെ ശവസംസ്കാര ചടങ്ങുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അവിടുത്തെ ഭരണാധികാരികൾ, ഉന്നത തരത്തിലുള്ള ഭരണാധികാരികളാണ്. മരിച്ച ശേഷം തീവ്രവാദികൾക്ക് പണം നൽകുന്ന രാജ്യം അതാണ് പാകിസ്ഥാൻ. ഭക്ഷണത്തിനും വെള്ളത്തിനും വകയില്ലാതെ അവിടുത്തെ ആളുകൾ തെണ്ടി നടക്കുന്ന സമയത്തും ആ ജനങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യാതെ തീവ്രവാദികളെ സഹായിക്കുന്നവരാണ്. അതാണ് പാകിസ്ഥാൻ. തീവ്രവാദത്തിൻ്റെ കേന്ദ്രം ജെയ്ഷെ മുഹമ്മദ് അവിടെയാണ്, ഹഖാനി നെറ്റ്വർക്ക് അവിടെയാണ്, മസൂദ് അസർ അവിടെയാണ്, ഹാഫിസ് സയ്യിദ് അവിടെയാണ്, ദാവൂദ് ഇബ്രാഹിം അവിടെയാണ്, തുടങ്ങിയ ഭീകരവാദികളെല്ലാം പാകിസ്ഥാനകത്താണ്. ഇതാണ് പാകിസ്ഥാൻ്റെ യഥാർത്ഥ മുഖം. ഇത് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. കൂടാതെ രാജ്യദ്രോഹികൾക്ക് വളരെ ശക്തമായ രീതിയിലുള്ള നിയമ നടപടികൾ സ്വീകരിക്കണം. ഈ ശിക്ഷ കണ്ടാൽ ഇനി ആരും ഇതുപോലെയുള്ള പ്രവൃത്തികൾ ചെയ്യരുത് എന്ന നിലയിലേക്കുള്ള ശിക്ഷകൾ നൽകണം. ജ്യോതി മൽഹോത്ര ഭാരതത്തിൻ്റെ ജനഹൃദയങ്ങളെ നശിപ്പിക്കാൻ വന്ന ISI ക്യാൻസർ അല്ലെങ്കിൽ ISI ഏജൻ്റാണ്. ഭാരതത്തിലെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഭാരതത്തിനെ നശിപ്പിക്കുന്നവർ, സ്വന്തം രാജ്യത്തെ വിൽക്കുന്നവർ, ഇവർ മനുഷ്യരല്ല,
ഇവർ സാത്താന്മാരാണ്, സാത്താന്മാർ. ഇതുപോലെയുള്ള രാജ്യദ്രോഹികളെ നിയമത്തിൻ്റെ അഗ്നിയിലിട്ട് ചുട്ട് കൊല്ലുക തന്നെ വേണം. ഇനി ആരും ഇത് ചെയ്യാൻ തുനിയരുത്. അത്രയ്ക്കും ശക്തമായ ശിക്ഷ നൽകണം. ഇതുപോലെയുള്ള ദേശദ്രോഹികളെ കണ്ടുപിടിച്ച് അവസാനിപ്പിക്കണം. ഇവരെ സ്നേഹിക്കുകയല്ല വേണ്ടത്, ഇവരെ അവസാനിപ്പിക്കുകയാണ് വേണ്ടത്. ഇതുപോലെയുള്ള രാജ്യദ്രോഹികൾ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവരെ തിരിച്ചറിഞ്ഞ് അവരെ സംരക്ഷിക്കാതെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. ഇത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഓരോ പൗരൻ്റെയും കടമയാണ്. ജയ് ഹിന്ദ്, ജയ് ഭാരത്, ഭാരത് മാതാ കി ജയ്.